ചേട്ടാ ഓസ്ട്രേലിയയിൽ സമ്മറല്ലേ ബുഷ് ഫയർ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ അധികം ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വളരെ കൃത്യൊരു ഡേ ആണെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോൺസസിൽ ടാസ്മാനിയയിൽ ഓസ്ട്രേലിയയിൽ നിലവിൽ നല്ല രീതിയിൽ ബുഷ് ഫയറിൻ്റെ അലേർട്ടും കാര്യങ്ങളും നമ്മുടെ സിറ്റിക്കുള്ളിലില്ല, സിറ്റിയുടെ പുറത്തെ സൈഡുകളിലൊക്കെ ഉണ്ട്. അപ്പം ബുഷ് ഫയറും അലേർട്ടും സ്മോക്ക് അലേർട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടു നോക്കി. ഞാൻ ഓഫ് ഡേ ആയിരുന്നു ഒന്ന് കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് 10-12 വരെ കിടന്നുറങ്ങി. ശരിക്കും എണീക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷേ ഭയങ്കരമായിട്ടും പുകമണം അടിച്ചു. ഞാൻ ജനൽ തുറന്നിട്ട് ഫാൻ ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. കാരണം സമ്മറാണല്ലോ, ഭയങ്കര ചൂടാണ്. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് പുറത്ത് മൊത്തം പുകമയം, ഒരു രക്ഷയില്ലാത്തൊരു അന്തരീക്ഷം. ഇതിങ്ങനെ ചിരിച്ച് കളിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. നിങ്ങൾ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഈ ശ്വാസ തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള മെഡിക്കൽ കണ്ടീഷനുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് ശരിക്കും ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്ന എനിക്ക് തന്നെ, ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ബ്രീത്ത് പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തന്നെ ഒരു സഫോക്കേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് തരുന്ന അലേർട്ട് എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനും കണ്ടത്. നമ്മുടെ ഇവിടുത്തെ ടാസ് അലേർട്ട് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് ടാസ്മാനിയിൽ. അപ്പോൾ മിക്ക സ്റ്റേറ്റുകളിലും ഇതുപോലത്തെ അലേർട്ടുകൾ തരുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഒക്കെ സേഫ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓസ്ട്രേലിയയിലുള്ള ആളുകൾ നിങ്ങൾക്ക് നിലവിൽ എവിടെയൊക്കെ ബുഷ് ഫയർ ഉണ്ടെന്നും അതുപോലെ തന്നെ എല്ലാ വർഷവും ഓസ്ട്രേലിയ സ്ഥിരമായിട്ട് ബുഷ് ഫയറും അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അതുപോലുള്ള സ്ഥലങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് അത് അവോയ്ഡ് ചെയ്യാനും നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിക്കാൻ അവർക്ക് ഈ മെഡിക്കൽ കണ്ടീഷനുള്ള ആളുകൾക്ക് അത് ഭയങ്കര ഉപകാരമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇത് ഓസ്ട്രേലിയ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്ന വീഡിയോസൊന്നുമല്ല. സോ ബേസിക്കലി ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു. ഇതുപോലുള്ള കാര്യങ്ങൾ ബുഷ് ഫയർ, സ്മോക്ക് ഒക്കെ ഇവിടുത്തെ സമ്മറിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആളുകൾ ദയവായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതുപോലുള്ളൊരു സ്ഥലത്ത് മെഡിക്കൽ കണ്ടീഷനായിട്ട് വന്ന ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മറ്റുള്ളവരായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയൊക്കെ ബുഷ് ഫയർ ഉണ്ടെന്ന് ഓസ്ട്രേലിയയിലുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.